ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ അസാബ മിൻ ഇംറഅത്തിൻ ഖുബുല, ഒരു വ്യക്തി ഒരു സ്ത്രീയെ ചുംബിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സ്ത്രീ ചുംബിച്ചു, രണ്ടാണെങ്കിലും സംഭവിച്ചു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഫഅഖ്ബറഹു, സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ചുംബിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആയത്തിറക്കി. സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്താണ്. എന്താണ് അതിലുള്ളത്? വഅഖിമിസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുക, ത്വറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ, അഥവാ അൽ ഫജ്റു വൽ അസ്റു വസുലഫൻ മിനൽ ലൈൽ, പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളും, അൽ മഗ്രിബു വൽ ഇശാഉ, മഗ്രിബും ഇശാഉം, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയം ധാരാളം നന്മകൾ, അവിടെ ഹസനത്ത് എന്നല്ല പറഞ്ഞത്, ഇന്നൽ ഹസനാതി, നന്മകൾ, യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ ഇല്ലാതാക്കി കളയുന്നു. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ദാക്കിരീങ്ങൾ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്, ഓർത്തു വെക്കുന്നവർ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്. കാരണം അധികം ആളുകൾ മറന്നു പോകുന്ന വിഷയമാണ്. തെറ്റ് സംഭവിച്ചാൽ തൗബയുടെ കൂടെ ഇസ്തിഗ്ഫാറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ധാരാളം നാം നേരത്തെ പതിവാക്കിയിട്ടില്ലാത്ത നന്മകൾ തന്നെ തേടിപ്പിടിച്ച് ധാരാളം നന്മകൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നൽ ഹസനാത്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞത്. ധാരാളം നന്മകൾ ധാരാളം തിന്മകളെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അതുകൊണ്ടാണ് ആ സഹാബി ചോദിച്ചത്, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂൽ അല്ലാഹ്, അലി യഹാദ, ഇതെനിക്ക് വേണ്ടി മാത്രം ഖാസായി ഇറങ്ങിയ ആയത്താണോ? കാരണം അദ്ദേഹം ഇത് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ലി ജമീഇ ഉമ്മത്തി കുല്ലിഹിം, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇത് അബദ്ധങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാതിരിക്കാനുള്ള ആയത്തുകളാണ്.